ഇസ്രായേൽ ഒറ്റപ്പെടുകയാണോ? പലസ്തീൻ രാഷ്ട്രത്തിനായി കൂടുതൽ രാജ്യങ്ങൾ പരസ്യമായി രംഗത്ത് വരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ വാർഷിക സമ്മേളനത്തിൽ 10 രാജ്യങ്ങൾ പലസ്തീൻ്റെ രാഷ്ട്രപദവി അംഗീകരിക്കും. ബ്രിട്ടൻ, ബെൽജിയം, കാനഡ, ഫ്രാൻസ്, പോർച്ചുഗൽ, അണ്ടോറ, മാൾട്ട, ഓസ്ട്രേലിയ, ലക്സംബർഗ്, സാൻ മറിയോ തുടങ്ങി 10 രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിക്കുക. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് രാജ്യങ്ങളുടെ നിർണായക നീക്കം. പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുന്ന ബ്രിട്ടന്റെ പ്രഖ്യാപനം ഉണ്ടായി. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എതിർപ്പ് തള്ളിയാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പ്രഖ്യാപനം നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അടക്കം ഞെട്ടിച്ചുകൊണ്ടാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ബ്രിട്ടന്റെ പ്രഖ്യാപനം. ട്രംപിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിനിടെയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. ബ്രിട്ടന്റെ തീരുമാനത്തോടുള്ള വിയോജിപ്പും വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. ഹമാസിനെ ഒറ്റപ്പെടുത്തണമെങ്കിൽ സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കണമെന്ന നിലപാടാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനുള്ളത്. പലസ്തീൻ രാഷ്ട്രത്തിനെ അംഗീകരിക്കുന്നത് ഹമാസിനെ ഒറ്റപ്പെടുത്താൻ സഹായിക്കുമെന്ന് മാക്രോൺ പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു. ജപ്പാനും സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ കുടിയേറ്റ പദ്ധതികളെ രൂക്ഷമായി വിമർശിച്ച് മാക്രോൺ രംഗത്ത് വന്നു. ഇസ്രായേലിൻ്റെത് രാഷ്ട്രീയ പദ്ധതിയാണ്. ഇത് ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യതയെ ദുർബലപ്പെടുത്തും. പലസ്തീനികളുടെ സമാധാനത്തിലുള്ള അവകാശം നിഷേധിക്കുന്നതാണ് ഇസ്രായേലിന്റെ നീക്കമെന്നും മാക്രോൺ കുറ്റപ്പെടുത്തി. ഇസ്രായേലിന്റെ ചാനൽ 12 ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഹമാസും വെസ്റ്റ് ബാങ്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും മാക്രോൺ പറഞ്ഞു. ഹമാസിനെ ഇല്ലാതാക്കലല്ല ഇസ്രായേലിന്റെ ലക്ഷ്യം, മറിച്ച് ദ്വിരാഷ്ട്ര പരിഹാര സാധ്യത ഇല്ലാതാക്കുകയും മേഖലയിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള പലസ്തീൻ ജനതയുടെ അവകാശം നിഷേധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയാണിതെന്നും മാക്രോൺ ആരോപിച്ചു. ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികളെയും ഫ്രഞ്ച് പ്രസിഡന്റ് അപലപിച്ചു. ഇത്തരം നീക്കങ്ങൾ മേഖലയിൽ മാത്രമല്ല, എല്ലായിടത്തും ഇസ്രായേലിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരെ കൊല്ലുന്നതിനാൽ ഇസ്രായേലിന്റെ പ്രതിച്ഛായയും വിശ്വാസ്യതയും പൂർണ്ണമായും നശിപ്പിക്കുകയാണ് മാക്രോൺ വ്യക്തമാക്കി. വ്യാപകമായ ദുരിതത്തിനും നാശത്തിനും കാരണമാകുന്ന പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതാണ്. ആഗോളതലത്തിൽ തന്നെ ഇസ്രായേലിന് ഇത് ദോഷമുണ്ടാക്കുമെന്നും മാക്രോൺ പറഞ്ഞു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ വിവാദ കുടിയേറ്റ പദ്ധതികൾ ഈ മാസം ആദ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. അതിനിടെ ഗാസയിൽ കൂട്ടക്കുരുതിയുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളടക്കം 84 പേരാണ്. ബോംബുകൾ ഉപയോഗിച്ച് സിവിലിയൻ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങൾ തകർക്കുകയാണ് ഇസ്രായേൽ. 5 ലക്ഷത്തോളം പേരാണ് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്തത്. ഇസ്രായേൽ സേന സുരക്ഷിതമെന്ന് പറഞ്ഞ തെക്കൻ ഗാസയിലെ മവാസിയിൽ ജനജീവിതം ദുരിതം നിറഞ്ഞതാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ടെന്റുകൾ പോലും ഇല്ലാതെ 10,000 ജീവിതം തള്ളി നീക്കുകയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.